ഹലോ ഫ്രണ്ട്സ്, ദേ ഇന്ന് ഈ കൊതിയൂറുന്ന കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായി കുറച്ച് മറയൂർ ശർക്കര എടുത്ത് അത് നല്ല ചീവി ഒരു ബൗളിലേക്ക് ആക്കി നമുക്ക് സെറ്റാക്കാം. മറയൂർ ശർക്കര അല്ലെങ്കിൽ ഇങ്ങനത്തെ ശർക്കര കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങ അതേ നമ്മളൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് ഏലക്കായും കുറച്ച് ജീരകവും കൂടെ പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് നേരെ തേങ്ങയിലേക്കും ശർക്കരയിലേക്കും കൂടെ ചേർത്ത് നല്ല സൂപ്പറായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തു, ശർക്കരയും കൂടി ഇടുവാണ്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മി ഞേരടി നല്ലൊരു ഫില്ലിംഗ് ആക്കി നമുക്ക് എടുക്കാം. ആക്ച്വലി ഇത് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പം തന്നെ ഇതിനകത്ത് നല്ലൊരു മണം വരും. ഇതാണ് എൻ്റെ ഇതിനകത്ത് ഏറ്റവും ഒരു ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കുഴയ്ക്കുക, ഇടയ്ക്ക് കുറച്ച് നിന്നുകൊണ്ടിരിക്കുക, പിന്നെയും കുഴയ്ക്കുക. പണ്ട് മുതലേയുള്ളൊരു ശീലവും ഒരു ഓർമ്മയാണത്. അപ്പോൾ ദേ നമ്മളത് കുഴച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി എടുക്കാം. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു 1.5 കപ്പ് അരിപ്പൊടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കൊഴുക്കട്ട ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൽ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർന്ന് നല്ലപോലെ സമയമെടുത്ത് നല്ലപോലെ കുഴച്ച് മാവ് നല്ല സോഫ്റ്റാക്കി റെഡിയാക്കണം. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ഇതാ കുഴച്ച് നല്ല പരുവത്തിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് നേരെ നമ്മുടെ ഇഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് കത്തിക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൊഴുക്കട്ട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പം മാവ് ആവശ്യത്തിനെടുത്ത് നമ്മളൊരു കൈയളവിന് ആവശ്യത്തിനെടുത്ത് ഒന്ന് പരത്തി അതിനകത്തേക്ക് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മൂടിയതിന് ശേഷം നമുക്ക് 1 by 1 ആയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായി നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് നമ്മൾ നേരെ ഇനി സാധനം അടുപ്പിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. ഇതേ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് നല്ല പരുവത്തിലായി. അപ്പം നമ്മൾ നേരെ കൊഴുക്കട്ട ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് നമ്മൾ പാത്രം ഇതായി മൂടിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിനകത്ത് നമ്മൾ ഈ വാഴയിലയും അല്ലെങ്കിൽ പൂവരശ് എന്ന് പറയുന്ന മരത്തിൻ്റെ ഇലയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്കൊക്കെ കൊഴുക്കട്ട വെക്കുമായിരുന്നു. ഇപ്പോൾ ഈ ദുബായിൽ ഈ വാഴയിലയും പൂവരശിൻ്റെ ഇലയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ നെയ്യൊക്കെ തേച്ച് അതിൻ്റെ മുകളിലേക്കാണ് വെച്ചത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി, അപ്പോഴത്തേക്ക് നല്ലോണം വെന്തു. അപ്പോൾ ഇനി നമുക്ക് മാറ്റാം. ഇതേ നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മണവും ഇതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസും ഒക്കെ ചേർന്ന് നമ്മളെ നല്ലൊരു മൂഡിലേക്ക് അങ്ങോട്ട് മാറ്റും. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പം വല്യമ്മച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൊതിയൂർന്ന പലഹാരമാണ്. പണ്ട് ഇതിനോടുള്ളൊരു ഇഷ്ടം കുറവായിരുന്നെങ്കിലും പിന്നെ വളർന്നു വന്നപ്പോഴത്തേക്ക് ഇഷ്ടവും ഓർമ്മകളും ഒക്കെ ചേർന്ന് ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷായിട്ട് മാറി. അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ മലയാളി പലഹാരം തന്നെയാണല്ലോ കൊഴുക്കട്ട എന്ന് പറയുന്നത്. ഈയിടെയായിട്ട് ഭയങ്കര നൊസ്റ്റാൾജിക് ഫുഡിനോടാണ് താല്പര്യം. എന്താ അറിയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അട ഉണ്ടാക്കിയ കണക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കൊഴുക്കട്ടയാണ്. ഇത് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഒരു ചെറുപ്പകാലത്തിൻ്റെ സ്കൂൾ കാലത്തിൻ്റെ ഒക്കെ ഒരു ഓർമ്മയാണ് ഈ ഒരു പലഹാരം എന്നൊക്കെ പറയുന്നത്. സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് വീട്ടിൽ വല്യമ്മച്ചിയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരങ്ങളിലൊന്നാണ് ഈ കൊഴുക്കട്ട എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പണ്ട് ഇതെനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നൊസ്റ്റാൾജിയ കൂടുതലാണ്. അപ്പോൾ നൊസ്റ്റാൾജിയ കൂടുതലായതുകൊണ്ട്
നമ്മൾ അന്നുണ്ടാക്കിയ പല കാര്യങ്ങളും ഇപ്പോൾ റിപ്പീറ്റഡ്ലി നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. 2-3 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ വന്നു നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ടുള്ള കാര്യം സ്ഥിരമായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലവും ഉണ്ടാക്കി തന്നവരെയും അമ്മയും വലിയമ്മച്ചിയൊക്കെ നമുക്ക് ഓർമ്മ വരും. പിന്നെ ആ മൊത്തത്തിൽ നമ്മൾ ആ ഒരു കാലത്തിൻ്റെ കുറേ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മുടെ തെക്കോട്ടൊക്കെ ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ രാവിലെയും ചായ കടിക്കും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ കണ്ണൂർ, ഇപ്പോൾ ഇവരുടെ വീട് കണ്ണൂരാണ്. അപ്പോൾ ഇവർക്ക് കൊഴുക്കട്ട എന്ന് പറഞ്ഞ സാധനം അറിയില്ലായിരുന്നു. ഞങ്ങളെ കൊറോണയുടെ സമയത്ത് അവിടെ നിന്നപ്പോഴാണ് കൊഴുക്കട്ട എന്ന് പറഞ്ഞപ്പം ഇവർക്ക് കൊഴുക്കട്ടയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അവസാനം നമ്മളത് ഉണ്ടാക്കി പഠിപ്പിച്ചു. ഇപ്പം പിന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കും. അച്ഛനും ഒക്കെ ഇപ്പം നല്ല ഇഷ്ടമാണ് കൊഴുക്കട്ട അടയൊക്കെ. നമ്മുടെ അവിടെ മോസ്റ്റ്ലി എരിയുള്ളതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ മധുരം ഭയങ്കരമായിട്ട് അങ്ങനെ ആക്കിയില്ല. അതായിരിക്കും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ അധികവും ഈ കല്ലുമ്മക്കായും പിന്നെ ഇറച്ചിയടയും ഇറച്ചിപ്പത്തിരി അങ്ങനത്തെ ഉള്ളിവടയും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് അധികം ഉണ്ടാക്കിയാൻ കണ്ടിട്ടുള്ളത്. ഈ കൊഴുക്കട്ടയുടെ ചെറിയ ചെറിയ ബോൾസ് കടുക് വറുത്ത് വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. പക്ഷെ കൊഴുക്കട്ടയല്ല, അതിന് വേറെന്തോ ഒരു പേര് പറയും. അതിനും മധുരമില്ലല്ലോ. അത് പറഞ്ഞ ഒരു ചെറിയ ചെറിയ ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് കടുകൊക്കെ വറുത്ത്, വലിയ ബോളല്ല, ചെറുത്. അത് കൊഴുക്കട്ടയല്ല, അതിന് വേറെന്തോ പറയും. അത് നമുക്ക് അങ്ങോട്ടില്ല. നമുക്ക് തെക്കോട്ടേക്കൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു വിഭവം കൊഴുക്കട്ട തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതായിട്ടും ഒക്കെ നമ്മൾ കഴിക്കും. നിങ്ങൾക്കൊക്കെ കാണുമല്ലോ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ കുറേ നൊസ്റ്റാൾജിയയും പണ്ട് കഴിച്ച പലഹാരങ്ങളും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനിയും ഇങ്ങനത്തെ ചെറിയ ചെറിയ പണ്ടത്തെ നൊസ്റ്റാൾജിക് പലഹാരങ്ങളും ഭക്ഷണമൊക്കെ ആയിട്ട് വരാം. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ. ബൈ.